Good afternoon. Hello. Good afternoon. Good afternoon, Miss. Good afternoon, Miss. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ദുരന്ത നിവാരണം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത്യാവശ്യം ക്ലാസ് കിട്ടിയതാണോ ഇതിന്റെ? ഇല്ല. എടുക്കാമോ? നമുക്കറിയാം ഇപ്പോ ഭയങ്കര അല്ലെ, നമ്മുടെ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് കുറച്ച് PSCക്ക് ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പൊ എപ്പോഴും ഓരോ ദുരന്ത നിവാരണ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാലോ. അപ്പോ നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തില് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഇങ്ങനെ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് അതിന് ഒരു ചെറിയൊരു ടോപ്പിക്ക് ചിലപ്പോൾ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പ്രിഫർ ചെയ്തെടുത്തത്. അപ്പൊ അതിന് പ്രധാനമായിട്ട് നമുക്കറിയാം ഒരു ദുരന്തം ഉണ്ടായിരുന്നോ അത് പരിഹരിക്കാനായിട്ട് വ്യക്തമായിട്ടൊരു ആസൂത്രണ പ്ലാൻ ഉണ്ടാവണം, അത് നടപ്പാക്കാനായിട്ട് കുറച്ച് വിദ്യകളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ അതൊരു സംയോജിത പ്രവർത്തനമായിട്ട് വരണം. മിക്കവാറും ചിലപ്പോൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒന്നിച്ചാക്കി ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുകയും അതിന് പ്രാവർത്തികമാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ദുരന്ത നിവാരണത്തെ കുറിച്ച്, അതായത് ഇന്ത്യൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് എത്ര തലങ്ങളാണ് ഉള്ളതെന്ന് വെച്ച് തുടങ്ങണം. അതായത് നമ്മുടെ ടോപ്പായിട്ടുള്ളത് ടോപ്പിങ്ങിനുള്ളത് എന്താണ്? ദേശീയ ദുരന്ത നിവാരണം അല്ലെ. അതിനുശേഷമാണ് സംസ്ഥാന തലത്തിലേക്കും പിന്നെ ജില്ലാ തലത്തിലേക്കും ഒക്കെ വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരികയാണ്, ഇന്ത്യയിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് എത്ര തലങ്ങളാണ് ഉള്ളത്? ഇനി ചോദിച്ചാൽ എന്തായിരിക്കും? 3 തലങ്ങളാണ് ഉള്ളത്. 1 ദേശീയം, 2 സംസ്ഥാനം, 3 ജില്ലാ തലം. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഏത് തരം സ്ഥാപനമാണ്, അത് ഏത് തരം സ്ഥാപനമാണെന്നുള്ളതാണ്. നമുക്കറിയാം ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലെ, ഒരു നിശ്ചിത ഫൗണ്ടേഷനോട് കൂടിയിട്ടാണ് ഓരോ അതോറിറ്റിയും ഫോം ചെയ്യുന്നത്. മിക്കവാറും അത് എന്തെങ്കിലുമൊക്കെ ബില്ലുകളൊക്കെ പാസ്സാക്കി എന്താ പറയാ നമുക്ക് രാജ്യസഭയും ലോകസഭയും രാഷ്ട്രപതിയൊക്കെ ഒപ്പുവെച്ചതിന് ശേഷമാണ് ഇത് ഫോം ചെയ്യുക. അപ്പൊ ഇതൊരു ബോഡിയായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായ മുൻതൂക്കങ്ങളൊക്കെ കൂടിയിട്ടാണ് അത് സംഭവിക്കുകയുള്ളൂ. അപ്പൊ ദുരന്ത നിവാരണ അതോറിറ്റി ഏത് തരം സ്ഥാപനമാണെന്ന് ചോദിച്ചാൽ അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇന്ത്യയിൽ ദുരന്ത നിവാരണത്തിനുള്ള ഏറ്റവും ഉയർന്ന അതോറിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് ഏതാണ്? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി. ഓക്കെ, അപ്പൊ 3 കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? 3 തലത്തിലാണ്, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പിന്നെ ജില്ലാ തലത്തിലുമാണ് നമ്മൾ ദുരന്ത നിവാരണങ്ങൾ ഏർപ്പെടുന്നത്. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി കുറച്ച് ഡേറ്റുകൾ, ഇത് നമുക്കറിയാം ഇത് ഫോം ചെയ്യേണ്ട ഒരു ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഡേറ്റുകൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ് PSCക്ക്. അപ്പൊ അത് ഓർത്ത് വെക്കുക. അതായത് ദേശീയ ദുരന്ത നിവാരണ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്ര സർക്കാരിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ സ്ഥാപിതമായത് എന്നൊരു ചോദിച്ചാൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും ഒക്കെ ഒപ്പുവെച്ചതിന് ശേഷമാണ് ഇത് ഫോം ചെയ്യുള്ളൂ. ഇൻ കേസ് ഇതിനു മുമ്പ് തന്നെ എന്താ പറയുക അതിനൊരു സാങ്ഷൻ, അതായത് ഒരു ഓർഡർ ഇറക്കിയിട്ട്, നമ്മൾക്കറിയാം ചില കാര്യങ്ങളിൽ ചില ഓർഡർ ഇറക്കിയിട്ട് തന്നെ അത് പ്രാബല്യത്തിൽ വരും. ഇത്തരം സഭകളൊക്കെ പൂർണ്ണയ്ക്ക് മുമ്പ് തന്നെ ചിലപ്പോ പെട്ടെന്ന് എടുക്കേണ്ട ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അത് അങ്ങനെ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു ഓർഡർ വഴി എന്താ പറയുക ദേശീയ ദുരന്ത നിവാരണ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അത് എന്നാണ് ചോദിച്ചാൽ 2005 മെയ് 30 ഓർത്ത് വയ്ക്കുക. ദേശീയ ദുരന്ത നിവാരണ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്ര സർക്കാരിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ 2005 മെയ് 30. വീണ്ടും നമ്മൾ ഇത് ഫോം ചെയ്യുന്നതിന്റെ കുറച്ച് ഡേറ്റ് ആണ്. അതായത് രാജ്യസഭ ദേശീയ ദുരന്ത നിവാരണ ബില്ല് പാസ്സാക്കിയത് എന്ന് ചോദിച്ചാൽ 2005 നവംബർ 28 ദുരന്ത നിവാരണ നിയമത്തിന്റെ ബില്ല് പാസ്സാക്കിയത് രാജ്യസഭയില് 2005 നവംബർ 28. ഇതിന് ലോകസഭ ബിൽ പാസ്സാക്കിയത് 2005 ഡിസംബർ 12. ഓർത്ത് വയ്ക്കാം, 2005 ഡിസംബർ 12 ലോകസഭയില് ഈ ബില്ല് പാസ്സാക്കിയത്. രാജ്യസഭയില് 2005 നവംബർ 28. ഇതൊരു ഓർഡർ മുഖേന ഇതിക്ക് മുമ്പേ തന്നെ ഒന്ന് നടത്തിയിരുന്നത് 2005 മെയ് 30 ഇതന്നെ എന്താ പറയുക രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2005 ഡിസംബർ 23.
2005 ഡിസംബർ 23-നാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ഏത് രാഷ്ട്രപതിയാണ് അതിൽ ഒപ്പുവെച്ചത്? അന്നത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. അപ്പൊ നമ്മള് എന്താ പറയുന്ന ദേശീയ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് പറയുന്നത്. അപ്പൊ അത് ഫോം ചെയ്തത് എന്നാണ് പറയുന്നത്, അത് രാജ്യസഭയിൽ പാസ്സാക്കിയത് 2005 നവംബർ 28, ലോകസഭയിലാണെങ്കിൽ 2005 ഡിസംബർ 12, രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഡിസംബർ 23. അന്നത്തെ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ APJ അബ്ദുൽ കലാം. ഇൻ കേസ് ആ ടൈമിലുള്ള മന്ത്രി, പ്രധാനമന്ത്രി, അത് UPA ഗവൺമെന്റ്, 1ാം UPA ഗവൺമെന്റിന്റെ സമയത്താണ് ഇത്തരം ഒരു അതോറിറ്റി ഉണ്ടാക്കിയത്. അപ്പോഴുള്ള പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗ്. ദേശീയ ദുരന്ത നിവാരണ നിയമം അങ്ങനെ നിലവിൽ വന്നത് 2005 ഡിസംബർ 23. ഓക്കെ ആയോ? ഈ ഡേറ്റുകളെല്ലാം ഓർത്ത് വെച്ചേക്കാം, കാരണം ഇതെല്ലാം കോംപ്ലിക്കേറ്റഡ് ഡേറ്റുകളിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ മാറിപ്പോകാതെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഡേറ്റുകളാണിത്. ലാസ്റ്റ് പറഞ്ഞത് ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ ഡിസംബർ 23, 2005 ഡിസംബർ 23. ക്ലിയർ ആയോ? എന്റെ ഒപ്പം പോകാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആയി പോകുന്നുണ്ടോ? നിങ്ങൾ ക്യാച്ച് ചെയ്ത് പോകുന്നുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ആണെന്ന് പറഞ്ഞു. ഓക്കെ, പോകുന്നു പറ്റുന്നുണ്ടെന്ന് പറയുന്നു. ബോഡിയായിട്ട് രൂപീകൃതമായ തീയതി നമ്മൾ പറഞ്ഞു 2005 നിയമം അനുസരിച്ചാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി രൂപീകൃതമായത്. പിന്നെ അത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഫോം ചെയ്യാണ്. നമ്മൾ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിനെയാണ് നമ്മൾ ചിത്രം പറഞ്ഞത്. ഇനി അത് അതോറിറ്റി ആയിട്ട് ഫോം ചെയ്യാണ്. ആ അതോറിറ്റി എന്ന് നിലവിൽ വന്നു എന്ന് ചോദിച്ചാല് 2006 സെപ്റ്റംബർ 27. അതോറിറ്റി, അതായത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി രൂപീകൃതമായ തീയതി എന്ന് ചോദിച്ചാൽ എന്താണ്? 2006. പിന്നത്തെ വർഷം എന്താ? സെപ്റ്റംബർ 27. അപ്പൊ നവംബർ ഡിസംബർ ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെ, നമ്മള് മെയില് അല്ലാതെ തന്നെ ഓരോ ഓർഡർ ഇറക്കി. പിന്നെ അതിനുശേഷം നവംബർ ഡിസംബർ എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും 2006 സെപ്റ്റംബർ 27 അത് സ്റ്റാറ്റ്യൂട്ടറി, അതായത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് രൂപീകൃതമായത്. അതിലെ അംഗങ്ങളുടെ എണ്ണത്തിനെ കുറിച്ചാണ് ഞാനിനി പറയുന്നത്. ചെയർമാൻ ഉൾപ്പെടെ 10 അംഗങ്ങളാണ് ഇതിലുള്ളത്. അതായത് ഒരാള് ചെയർമാൻ ആണ്. പിന്നെയുള്ളത് 9 അംഗങ്ങളാണ്. ഒരാളെന്ന് പറയുന്നത് ചെയർമാനും പിന്നെ 9 അംഗങ്ങളും കൂടി 10 അംഗങ്ങളാണ് എന്തിലുള്ളത്? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഉള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരാണ്. ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയാണ്. ചെയർപേഴ്സൺ, അതായത് പ്രധാനപ്പെട്ട ഒരു ചെയർമാൻ ഉൾപ്പെടെ 10 അംഗങ്ങൾ എന്നുണ്ടല്ലോ. അപ്പൊ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ചെയർപേഴ്സൺ. ആ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? പ്രധാനമന്ത്രിയാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രി ഇപ്പൊ രാജിക്കത്ത് സമർപ്പിക്കണമെങ്കിലും അവരെ പ്രധാനമന്ത്രിക്കാണ് അത് കൊടുക്കുന്നത്. വൈസ് ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അംഗങ്ങളിൽ നിന്നും ഒരാളിനെ പ്രധാനമന്ത്രി നിയമിക്കുന്നു. അതായത് ഈ 9 അംഗങ്ങളിൽ നിന്നും ഒരു വ്യക്തിയെ പ്രധാനമന്ത്രി വൈസ് ചെയർമാനായിട്ട് നിയമിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ വൈസ് ചെയർമാനായിട്ട് വൈസ് ചെയർപേഴ്സണായിട്ട് നിയമിക്കുന്നത്. ഓക്കെ, 10 അംഗങ്ങളാണ് ഉള്ളത്. ഒരാള് ചെയർപേഴ്സൺ ആണ്. ചെയർപേഴ്സൺ എപ്പോഴും പ്രധാനമന്ത്രിയാണ്. വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഈ 9 പേരില് ആരെയാണോ ചെയർപേഴ്സൺ ആയിട്ട് നിയോഗിക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹമായിരുന്നു വേണ്ട വൈസ് ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? ഇനി അവരുടെ കാലാവധി എത്ര വർഷമാണെന്ന് നോക്കാം. 5 വർഷമാണ് കാലാവധി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അതായത് ഫസ്റ്റ് ദേശീയ ദുരന്ത നിവാരണത്തിന്റെ നാഷണൽ ലെവലാണ് നമ്മളിപ്പോ പറയുന്നത്. വീണ്ടും നമുക്കറിയാം സംസ്ഥാന തലം നമുക്ക് പഠിക്കാനുണ്ട്, വീണ്ടും ജില്ലാ തലം പഠിക്കാനുണ്ട്. അപ്പോ പഠിക്കുമ്പോ ശ്രദ്ധിച്ചു നോക്കുക. ഫസ്റ്റ് ദേശീയ തലത്തിലുള്ള ഡേറ്റുകളെ ഓർത്തെടുക്കുക. പിന്നെ അതേപോലെ തന്നെ അംഗങ്ങളുടെ എണ്ണത്തെ ഓർക്കുക. അവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 ആണ്. ഇനി എനിക്ക് എന്താ പറയുന്ന സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ അത് 3 ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇതൊരിക്കലും മാറിപ്പോകരുത്. കൃത്യമായി തന്നെ നോട്ട് ചെയ്ത് പഠിക്കുക. 5 വർഷമാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ പഠിച്ചു, ഡേറ്റുകൾ പഠിച്ചു, എന്താണ് പിന്നെ 3 തലമുണ്ടെന്ന് പഠിച്ചു, ഡേറ്റുകൾ കുറച്ച് പഠിച്ചു. പിന്നെ അതിൽ അംഗങ്ങളുടെ എണ്ണത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. 10 പേരില് ഒരാള് പ്രധാനമന്ത്രിയാണ്, അദ്ദേഹമാണ് ചെയർപേഴ്സൺ. പിന്നെ 9 പേരില്
വൈസ് ചെയർമാനെ നിയോഗിക്കുന്നത് എന്താ പറയുക പ്രധാനമന്ത്രിക്ക് യുക്തമായ പേഴ്സണെ ആയിരിക്കും. അവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണെന്ന് ഓർത്തുവെക്കുക. ഇനി വീണ്ടും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി NDMA പ്രവർത്തനങ്ങളിൽ മാർഗനിർദ്ദേശം നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. ആരാണെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. തന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആക്ട് പ്രകാരം അധ്യായങ്ങളുടെ എണ്ണം അത് എത്ര അധ്യായങ്ങളിലാണ് പരാമർശിച്ചേക്കണെന്ന് ചോദിച്ചാൽ 11 അധ്യായങ്ങളിലാണ് ഉള്ളത്. സ്പീഡ് കുറച്ച് പറയാം മിസ്. സ്പീഡ് കുറച്ച് കൂടുതലാ, നോട്ട് എഴുതാൻ പറ്റുന്നില്ല. ആണോ? ഓക്കെ, ഞാൻ PDF അയക്കുന്നത് കൊണ്ടാണ് ഞാൻ സ്പീഡിൽ. നിങ്ങൾ ഇപ്പൊ തന്നെ നോട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയില് എന്താ പറയുക ആക്ട് പ്രകാരം അധ്യായങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 11 അധ്യായങ്ങളാണുള്ളത്. എത്ര അധ്യായമാണുള്ളത്? 11 അധ്യായമുണ്ട്. വകുപ്പുകൾ ചോദിച്ചാൽ 79 വകുപ്പുകൾ പഠിച്ചെടുക്കുക. അതില് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയില് ആക്ട് പ്രകാരം അധ്യായങ്ങൾ എത്ര എണ്ണമെന്ന് ചോദിച്ചാൽ 11 എണ്ണമുണ്ട്. വകുപ്പുകൾ എത്ര എണ്ണം ചോദിച്ചാൽ 79. തന്നെ ദേശീയ ദുരന്ത നിവാരണത്തിന്റെ ആസ്ഥാനം എന്തായിരിക്കും? നിങ്ങൾക്ക് എന്നെ ഗസ് ചെയ്യാലോ? അറിയാമോ? ന്യൂഡൽഹിയാണ് കേട്ടോ. ക്ലിയർ ആവുന്നില്ല. ന്യൂഡൽഹിയാണ് എനിക്ക്. ന്യൂഡൽഹി. ഓക്കെ ഓക്കെ. ന്യൂഡൽഹിയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾക്ക് ഉദാഹരണം, അതായത് ദേശീയ ദുരന്ത നിവാരണത്തിലെ പ്രധാനപ്പെട്ട ഇങ്ങനെ സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട്. അതിലെ ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾക്ക് ഉദാഹരണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ മറ്റു വേറെ ടോപ്പിക്കിൽ പറയേണ്ടതാണ്. പക്ഷെ ഇതിൽ പെട്ടുപോയപ്പോ ഞാൻ പറഞ്ഞു പോയതാണ്. ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുമ്പോൾ ഭൂകമ്പം, സുനാമി, ഉരുൾപൊട്ടല്. ഇനി വീണ്ടും മഴയുമായി ബന്ധപ്പെട്ട പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറഞ്ഞ വേറൊരു ടോപ്പിക് ഉണ്ട്. ഇതൊക്കെ എല്ലാം പ്രതിപാദിക്കുന്നത് എങ്ങനെ എന്നതാ ഈ 11 അധ്യായങ്ങളിലാണ് 79 വകുപ്പുകളായിട്ടാണ് ഇത് പ്രതിപാദിക്കുന്നത്. അപ്പൊ അതിലെ ഒരു ഭാഗം ഞാൻ പറഞ്ഞതാണ് ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾക്ക് ഉദാഹരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഭൂകമ്പം, സുനാമി, ഉരുൾപൊട്ടലൊക്കെയാണ് ഈ ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളിൽ പെടുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ വേറൊരു ഭാഗമാണ്. അതിൽ നമ്മൾ ഈ പറഞ്ഞ മഴ ഒക്കെ പെടും, സുനാമിയും സംഭവങ്ങളൊക്കെ പെടും. സോറി, മഴയും കാറ്റും അതൊക്കെയാണ് പെടുന്നത്. അത് വേറെ ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോ നെക്സ്റ്റ്, ഇതുവരെ നിങ്ങൾ ഓക്കെയാണോ? കുറച്ച് ഡേറ്റുകളൊക്കെ ഞാൻ പറഞ്ഞു. അതേമാതിരി തന്നെ അംഗങ്ങളെ നിയമിക്കുന്ന കാര്യം പറഞ്ഞു. അംഗങ്ങളുടെ കാലാവധി എന്താണെന്ന് പറഞ്ഞു. വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ആക്ട് പ്രകാരം എത്ര അധ്യായങ്ങളുണ്ട്, എത്ര വകുപ്പുകളുണ്ട്. അതിലൊരു ചെറിയൊരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു. ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾക്ക് ഉദാഹരണം ഭൂകമ്പം, സുനാമി, ഉരുൾപൊട്ടല്. നിങ്ങൾക്ക് എന്താ പറയുക ഉള്ള സമയം വിലപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ സ്പീഡിലും കവർ ചെയ്ത് പോകുന്നത്. എന്തായാലും PDF വരും തന്നെയാണ്, ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ. PDF നിങ്ങൾക്ക് എന്തായാലും കയ്യിൽ കിട്ടും. ഓക്കെ, അപ്പോ എന്നാലും ചിലർ ഇങ്ങനെ പഠിച്ചു പോണതിന്റെ ഒപ്പം ലെക്ചർ നോട്ട് എഴുതി ശീലമുള്ളവർ അങ്ങനെ എഴുതി പോകും. അത് സ്വാഭാവികമാണ്. എഴുതുന്നതോടൊപ്പം എല്ലാവരും പഠിച്ചും പോകും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് 2005 ദേശീയ ദുരന്ത നിവാരണത്തിന്റെ ആക്ട് പ്രകാരം 2006 ശ്രദ്ധിക്കുക, 2006 അർദ്ധ സൈനികരെ ഉൾപ്പെടുത്തി രാജ്യത്ത് രൂപീകൃതമായ സേന, ദേശീയ ദുരന്ത പ്രതികരണ സേന. ഇതാണ് ദേശീയ ദുരന്ത പ്രതികരണ സേന. നമ്മൾ നേരത്തെ പറയും, വേറൊരു ഇതിൽ പറയും നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് അതാണ് 2006 രൂപീകൃതമായത്. എന്താണത്? 2005 ദേശീയ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് പ്രകാരം അതുമായി ബന്ധപ്പെട്ട അർദ്ധസൈനികരെ ഉൾപ്പെടുത്തുന്ന ഒരു സേനയാണ്. അതിൽ പറയുന്നത് എന്താണ്? നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. അതിന് പറയുന്ന പേരാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, ദേശീയ ദുരന്ത പ്രതികരണ സേന. ഓക്കെ, ദേശീയ ദുരന്തം സംബന്ധമായ പ്രഖ്യാപനം നടത്തുന്നത് ആരാണ്? നമുക്കറിയാലേ, നമ്മുടെ വയനാട്ടിലൊക്കെ ദുരന്ത സംഘം ഭവിച്ചപ്പോ
അതിന്റെ പ്രഖ്യാപനം കേന്ദ്രവുമായിട്ട് എപ്പോഴും ഡിസ്കഷൻ ഉണ്ട് അല്ലെ, മന്ത്രിമാരാണെങ്കിലും മറ്റേ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ അതിന്റെ ആ പ്രഖ്യാപനം നടത്തുന്നത് ആരാ? കേന്ദ്ര മന്ത്രിസഭയാണ്. അതുകൊണ്ടാണ് അവരായിട്ട് എപ്പോഴും ഇത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറയുന്നത്. അപ്പൊ അത് പ്രഖ്യാപിക്കുന്നത് ആരാണ്? കേന്ദ്ര മന്ത്രിസഭയാണ്. അപ്പൊ ദേശീയ ദുരന്തം സംബന്ധമായ പ്രഖ്യാപനം നടത്തുന്നത് കേന്ദ്ര മന്ത്രിസഭയാണ്. ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഇവിടെ വീണ്ടും വരുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ 11 അധ്യായങ്ങളും അല്ലെ, എത്രയും വകുപ്പുകൾ എന്നാ പറഞ്ഞത്? 79 അല്ലെ. 79 വകുപ്പുകളിലൊക്കെ പ്രതിപാദിച്ചു പോകുമ്പോൾ ഒരു ഭാഗം കൂടി ഇവിടെ വരുന്നുണ്ട്. ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണം എന്തായിരിക്കും? വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, പേമാരി, വരൾച്ച മുതലായവ. പക്ഷെ അതില് ഉരുൾപൊട്ടലൊന്നും ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ 2 പോയിന്റ് നോട്ട് ചെയ്ത് പറഞ്ഞത്. ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാലാണ് ഭൂകമ്പം, സുനാമി, ഉരുൾപൊട്ടൽ. ഭൂകമ്പം, സുനാമി, ഉരുൾപൊട്ടൽ. ഇവിടെ പ്രകൃതി ദുരന്തങ്ങൾ അല്ലെ, ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണം എന്ന് ചോദിച്ചാൽ വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, പേമാരി, വരൾച്ച മുതലായവയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അതിൽ വരുമ്പോ എന്താണ്? വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, പേമാരി, വരൾച്ച. ഇതെല്ലാം എന്താണ്? പ്രകൃതി ദുരന്തമാണ്. ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ്, ഏതിന്റെ ആപ്തവാക്യമാണ് ആപ്ത സേവ സദൈവ്? നേരത്തെ എന്താ പറയണ, നേരത്തെ ഒരു സേനയെ ഉൾപ്പെടുത്തി അല്ലെ. അപ്പൊ അതിന്റെ ആപ്തവാക്യമാണ് ഏത്? ആപ്ത സേവ സദൈവ്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ ആപ്തവാക്യം ഏതാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താണ് ഏതിന്റെ ആപ്തവാക്യമാണ് ആപ്ത സേവ സദൈവ് എന്ന് ചോദിച്ചാലും സെയിം ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്താണ്? ആപ്ത സേവ സദൈവ്. എന്തിന്റെ ആപ്തവാക്യമാണ്? നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് എന്നാ രൂപീകൃതമായത്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കുന്നുണ്ടോ? 2006 ഓക്കെ, 2006 അതെന്താന്ന് നമ്മൾ പറഞ്ഞത്? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അർദ്ധസൈനികരെ ഉൾപ്പെടുത്തി രാജ്യത്ത് രൂപീകൃതമായ സേനയാണ് എന്ത്? ദേശീയ ദുരന്ത പ്രതികരണ സേന. അതിന്റെ ആപ്തവാക്യം എന്താ പറയാൻ പറ്റുമോ? അർദ്ധസേവ സദൈവ. ആപ്തസേവ സദൈവ, അത് അതിന്റെ മുദ്രാവാക്യമാണ്. ഇനി വീണ്ടും നമ്മൾ ഇപ്പൊ ഇത്തിരി കൂടുതൽ പഠിച്ചാൽ ഒരു ബോറായ നമുക്കൊരു ചെറിയൊരു വേറൊരു ടോപ്പിക്കിലേക്ക് പോവാം. അതായത് അലേർട്ടിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഇനിയിപ്പോ അടുത്തത് സെക്ഷൻ സംസ്ഥാന ഏതാ ടോപ്പിക് എന്ന് പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞത്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട. അപ്പോ നമ്മൾക്ക് സംസ്ഥാന തലത്തിലേക്ക് പോകാനുണ്ട്. പക്ഷെ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് ഇച്ചിരി ഗ്യാപ്പ് നമുക്ക് വേറൊരു ഇതിലേക്ക്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അലേർട്ടുകളെ കുറിച്ച് നമുക്ക് നോക്കാം. എന്തൊക്കെ അലേർട്ടുകൾ നമ്മൾ കേൾക്കാറുണ്ട് എപ്പോഴും? ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് എത്ര തരത്തിലുള്ള അലേർട്ടുകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്? നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കി. റെഡ്, ഓറഞ്ച്, യെല്ലോ, വേറെ ഒരെണ്ണം കൂടി ഗ്രീൻ, വൈറ്റ്. ഓക്കെ. അപ്പൊ അത്രയും അലേർട്ടുകളെ കുറിച്ച് കേൾക്കാറുണ്ട്. അപ്പൊ ദുരന്ത നിവാരണ നിയമപ്രകാരം നിയമപ്രകാരം അതായത് നിവാരണ നിയമപ്രകാരം എത്ര തരത്തിലുള്ള അലേർട്ടുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് 4 നമ്മൾ പറഞ്ഞ വെള്ള വരുന്നുണ്ട്. പക്ഷേ ഇതില് ദുരന്ത നിവാരണ നിയമപ്രകാരം എത്ര തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണോ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ 4 പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ജാഗ്രത പാലിക്കേണ്ട ആവശ്യമില്ലാത്ത അലർട്ട് ഏതെന്ന് ചോദിക്കുമ്പോൾ എന്തായിരിക്കും? ഈ 4 ഏതായിരിക്കും ജാഗ്രത പാലിക്കേണ്ട? ഓക്കെ, ഗുഡ്. അപ്പൊ ഗ്രീൻ അലർട്ട്. എത്ര മില്ലിലീറ്റർ മഴ ലഭിക്കുന്ന മേഖലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്നത്? യെല്ലോ അലർട്ട് ആണെങ്കിൽ എത്ര മില്ലിലീറ്റർ ആണ്? നിങ്ങൾ ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചോളൂ. അതായത് എന്താണ് യെല്ലോ അലർട്ട് ആണെങ്കിൽ 64.4 മുതൽ 124.4 വരെ, 64.4 മുതൽ 124.4 വരെ.
അത്രയും വരെയുള്ള റേഞ്ചിലുള്ള വെള്ളമാണ്, അതായത് മഴയാണ് ലഭിക്കുന്നതെങ്കിൽ അവിടെ എന്താണ് അത്ര മില്ലി ലിറ്റർ ആണ് മഴ ലഭിക്കുന്നതെങ്കിൽ അവിടെ എന്താണ് യെല്ലോ അലർട്ട്. ശ്രദ്ധിക്കുക, നമുക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പൊ ചില ചെറിയ പോയിന്റുകളാണെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യണം. എന്താണ് എത്ര മില്ലി ലിറ്റർ മഴ ലഭിക്കുന്ന മേഖലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ചാൽ 64.4 മുതൽ 124.4 വരെ. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ്, എത്ര മില്ലി ലിറ്റർ മഴ ലഭിക്കുന്ന മേഖലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത്? അത് എത്രയാ? 124.5 മുതൽ 244.4 വരെ. 124.5 മുതൽ 244.4 വരെ. അതാണെങ്കിൽ എന്തായിരിക്കും? ഓറഞ്ച് അലർട്ടാണ്. അപ്പൊ നമ്മൾ ഗ്രീൻ ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല അല്ലെ. മഞ്ഞയാണെങ്കിൽ എന്താണ് 64, യെല്ലോ ആവുമ്പോൾ 64.4 മുതൽ 124.4 വരെ. 124.5 മുതൽ 4 വരെ അവിടെ പറഞ്ഞല്ലോ. അപ്പൊ 5 മുതൽ 244.4 വരെ എന്താണ്? ഓറഞ്ച് അലർട്ടാണ്. എത്ര മില്ലി ലിറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന മേഖലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത്? അത് ഓരോ 244.5. 244.5. അതായത് 4 മേഖലയെന്ന് വരുമ്പോൾ എന്താണ് 244.4ന് മേലേന്ന് പറയുമ്പോൾ അതിന് മേലെ അല്ലെ. അപ്പോ എന്താണ് മഴ മുന്നറിയിപ്പിന്റെ അലർട്ടിന്റെ ഒരു ചെറിയ ടോപ്പിക് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഗ്രീന്, ഓറഞ്ച്, മഞ്ഞ, അതേപോലെ റെഡ്, 4 കളറുകളാണ് ഉള്ളത്. അതിന്റെ ആ മില്ലി ലിറ്ററിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടി അതിലുണ്ട്. മഴ മുന്നറിയിപ്പ് സംവിധാനത്തിലെ ഓറഞ്ച് അലർട്ട് എന്തിനെ സൂചിപ്പിക്കുന്നു? 2 കാര്യമുള്ളൂ. നമുക്ക് എപ്പോഴും വന്ന ഒരു അലർട്ടുകളാണ്. റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും കേൾക്കുമ്പോഴും ഇപ്പൊ ഒരേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അല്ല പറയുന്നത്, എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശക്തമോ അതിശക്തമോ ആയ മഴയാണ് എന്ത്? ഓറഞ്ചില്. ശക്തമോ അതിശക്തമോ ആയ മഴ. ഈ അതിശക്തം ഓർ തീവ്ര മഴയാണെങ്കിലാണ് അത് റെഡ് അലർട്ട് ആയിട്ട് മാറുന്നത്. 2 ചെറിയൊരു വേരിയേഷൻ അവിടെ പറയുന്നുള്ളൂ. ശക്തമോ അതിശക്തമോ ആയ മഴയാണ് എന്ത്? ഓറഞ്ചില്. അതിശക്തമോ തീവ്രമായ മഴയാണെങ്കിൽ അത് റെഡ് അലർട്ടാണ്. കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഓറഞ്ചില് പറയുന്നത് ശക്തമോ അതിശക്തമോ, പിന്നെ റെഡില് പറയുന്നത് ഈ പറഞ്ഞ നെക്സ്റ്റ് അതിശക്തമോ, പിന്നെ ലാസ്റ്റ് തീവ്രമോ. അതാണ് എന്ത്? റെഡ് അലർട്ടിൽ. അപ്പൊ അതിന്റെ മില്ലി ലിറ്ററും നമ്മൾ കണ്ടു. അതേമാതിരി തന്നെ ഈ എന്താ പറയുന്ന കളേഴ്സിന്റെ കാര്യവും നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അപ്പോ അടുത്ത ഇതിലേക്ക് പോകാലോ, സംസ്ഥാന തലത്തിലേക്ക് പോകാലോ. നമ്മൾ ദേശീയ തലത്തിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. എന്താണ് അത് രൂപീകൃതമായത് എന്നാണ്, അതിന് മുമ്പ് ഓർഡർ വഴി രൂപീകൃതമായ ഡേറ്റ്, പിന്നെ എത്ര അംഗങ്ങളുണ്ട്, ആരാണ് അതിന്റെ ചെയർപേഴ്സൺ, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തു. ഇനി വീണ്ടും അടുത്തതിലേക്ക് നമ്മുടെ സംസ്ഥാന തലവുമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ നിലവിൽ വന്നത്? അതായത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാല് 2007 മെയ് 4-ന്. നമ്മൾ നേരത്തെ പഠിച്ചു, അത് 2005-ലൊക്കെ ഉണ്ടോ, 2006-ലായപ്പോൾ നമ്മൾ അതിന്റെ മറ്റു ഭാഗത്തിലേക്കൊക്കെ കിടന്നു. വീണ്ടും ഇവിടെ 2007, അതായത് സംസ്ഥാന തലം വന്നപ്പോൾ 2007 മെയ് 4-ാം തീയതി. 2007 മെയ് 4-ാം തീയതി നമ്മുടെ, അതായത് കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി 2007 മുതലാണ്. മറ്റേതൊക്കെ 2005-ആണ്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ 2007 ഓർത്ത് വെക്കാം. അതിന്റെ ആസ്ഥാനം എന്തായിരിക്കും? നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോ എന്താണ് അതിന്റെ ആസ്ഥാനം? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. അപ്പൊ കേരളത്തിലേക്ക് വരുമ്പോ നമ്മുടെ തലസ്ഥാനം ഏതാ? തിരുവനന്തപുരം. തിരുവനന്തപുരം. ഒബ്സർവേറ്ററി ഹിൽ, അതാണ് അത് സ്പെസിഫൈ ചെയ്ത പ്ലേസിന്റെ പേരാണ്. ഒബ്സർവേറ്ററി ഹിൽ, അതാണ് അവിടെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥിതി ചെയ്യുന്നു. ഇനി അതിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞ മാതിരി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ദേശീയ ദുരന്ത നിവാരണത്തിൽ എത്ര അംഗങ്ങളുണ്ട് എന്നാ പറഞ്ഞത്? 10 പേര്. 10 പേര്. ഓക്കെ, അതിൽ ഒരാൾ എന്താന്നാ പറഞ്ഞത്? പ്രധാനമന്ത്രി. ആരായിരിക്കും എന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. ഇത് തന്നെയാണ് നമ്മുടെ സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോഴും 10 പേരാണുള്ളത്. അതിലെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരായിരിക്കും? നമ്മുടെ മുഖ്യമന്ത്രി. അപ്പൊ അത്ര കാര്യങ്ങൾ കിട്ടിയില്ലേ? അപ്പൊ അവിടെ പഠിച്ച ഡേറ്റുകൾക്ക് മാത്രമേ വേരിയേഷൻ വന്നിട്ടുള്ളൂ. 2005 ആണെങ്കിൽ ഇവിടെ 2007 മെയ് 4-ാം തീയതിയാണ്.
ഇനി നമ്മള് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിക്കുമ്പോൾ ഏതായിരിക്കും? കേരളമാണ്. കേരളമാണ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇനി അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിന് തന്നെയാണ് എന്താണ് അതിൽ നിന്ന് രാജിക്കത്തൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തന്നെയാണ് സമർപ്പിക്കേണ്ടത്. ഇനി ഇതിൽ വീണ്ടും പറയുന്നുണ്ട്, വൈസ് ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ റവന്യൂ മന്ത്രിയാണ്. നമ്മൾ നേരത്തെ അവിടെ എന്താ പറയുന്നത്, വൈസ് ചെയർമാനെ തെരഞ്ഞെടുക്കുന്ന എന്താണ് ഈ 9 പേരിൽ ആരെയാണോ പ്രിഫർ ചെയ്യുന്നത് അതനുസരിച്ചാണ് പറയുന്നത്. ഇവിടെ നമ്മളുടെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് എന്താണ്? റവന്യൂ മന്ത്രിയാണ്. ഓക്കെ, റവന്യൂ മന്ത്രിയാണ് വൈസ് ചെയർമാൻ. ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി ആണ്. അറിയാം, സെക്രട്ടറിമാരൊക്കെ ഉണ്ട് നമ്മളുടെ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി ആണ് ആര്? ഇവിടുത്തെ എന്താ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും 10 അംഗങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷെ അതിലെ പ്രധാനപ്പെട്ട വ്യക്തിയും ആരാണ്? മന്ത്രിയാണ്, മുഖ്യമന്ത്രി തന്നെയാണ്. അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് റവന്യൂ മന്ത്രിയാണെന്ന് ശ്രദ്ധിക്കുക. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അദ്ദേഹം ആരാണ്? ചീഫ് സെക്രട്ടറി ആണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഇനി ഇതിൽ പ്രത്യേകമായിട്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടും അല്ലെ? നമ്മളിപ്പോ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മീറ്റിംഗ് വിളിച്ചു കൂട്ടും. അപ്പൊ നമ്മള് എന്താ പറയുക, വേണ്ട അത്ര ഇതിലേക്ക് പോയാൽ നിങ്ങൾ വീട്ടിൽ പോകും. നിങ്ങൾ ഇവിടെ തന്നെ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇവിടുത്തെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് എന്താന്ന് വെച്ചാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. നമ്മൾ ചീഫ് സെക്രട്ടറി ആണ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അപ്പൊ നമ്മള് രാജ്യസഭയിലും ലോകസഭയിലും കുറെ അംഗങ്ങളെ വിളിച്ചു കൂട്ടുന്നത് ചിലപ്പോ ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ സ്പീക്കറാന്നൊക്കെ പഠിക്കില്ലേ? അത് ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിക്കും. ലോകസഭയില് സ്പീക്കറാണ് എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇത്തരം നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് ആരാണ് എന്ന് ചോദിച്ചാല് അവിടെ ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. ചീഫ് സെക്രട്ടറി അല്ല. ചീഫ് സെക്രട്ടറി എന്താണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. പക്ഷെ മീറ്റിംഗിന് വിളിച്ചു കൂട്ടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അഡീഷണൽ ചീഫ് സെക്രട്ടറി. കിട്ടിയോ? ക്ലിക്ക് ചെയ്തോ? ഇതില് അംഗങ്ങളുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. കേരളത്തിലും ഇങ്ങനെയുണ്ട്, 10 പേരുണ്ട്. പ്രധാനമന്ത്രിയാണ് ചെയർപേഴ്സൺ, അദ്ദേഹത്തിന്. പക്ഷെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി ആണ്. പക്ഷെ മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടുന്നത് ആരാണ്? അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. ഇനി ഇവരുടെ കാലാവധി എന്താണ്? മറ്റവരുടെ കാലാവധി നാഷണലിലാണെങ്കിൽ 5 വർഷമാണ്, സംസ്ഥാന തലത്തിലാണെങ്കിൽ എത്ര വർഷമാണ്? 3 വർഷമാണ് ഇവരുടെ കാലാവധി. ഓർത്ത് വെച്ചേക്കണം. 2007 മെയ് 4-നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വരുന്നത്. അതിലെ അംഗങ്ങൾ ഇതൊക്കെ തന്നെ 10 പേരൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിലെ അംഗങ്ങളുടെ എണ്ണത്തിലല്ല, അംഗങ്ങളുടെ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ചീഫ് സെക്രട്ടറി ആണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. പിന്നെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. പിന്നെ എന്താ പറയുന്നത്? റവന്യൂ മന്ത്രിയാണ് വൈസ് ചെയർമാനായിട്ട് വരുന്നത്. കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരായിരിക്കും? മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന കേന്ദ്ര നിയമത്തിലെ അധ്യായം അറിയാം. നമ്മൾ ഭരണഘടനയൊക്കെ പഠിക്കുമ്പോ കുറെ വകുപ്പുകളൊക്കെ പഠിക്കും അല്ലെ? അപ്പൊ അതിൽ ഏത് അധ്യായത്തിലാണ് സംസ്ഥാന തലത്തില് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന കേന്ദ്ര നിയമത്തിന്റെ അധ്യായം? നമ്മൾ നേരത്തെ കണ്ടു 11 അധ്യായം ഉണ്ട്, 79 വകുപ്പുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിലെ ഏത് അധ്യായത്തിലാണ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട അതോറിറ്റിയെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ 3-ാം അധ്യായം വകുപ്പ് 14 മുതൽ 24 വരെ. 3-ാമത്തെ അധ്യായത്തില് 14 മുതൽ 24 വരെയുള്ള ഇതിലാണ് എന്ത്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അത് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്തത്? പ്രധാനമായിട്ടും ദുരന്ത നിവാരണത്തിന് ആവശ്യമായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കും, അതേമാതിരി തന്നെ എന്തെങ്കിലും പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ അതുണ്ടാവും. ദുരന്ത നിവാരണത്തിൽ നൽകേണ്ട ദുരിതാശ്വാസം വരെ എത്ര ഫണ്ട്, എത്ര രൂപ വീതം, എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചാൽ മരിച്ചവർക്ക് ഇത്ര ദുരിതാശ്വാസം എന്നുള്ള രീതിയിലൊക്കെ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ട് കൊടുക്കൂല. അതൊക്കെ തീരുമാനിക്കുന്നത് എവിടെയാണ്? ദുരിതാശ്വാസ
നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ആ മീറ്റിംഗിലൂടെയും അവർ തമ്മിലുള്ള ഡിസ്കഷനിലൂടെയാണ് അതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ എന്തെല്ലാം നടപ്പാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വഴി ഇങ്ങനെ കൊടുക്കും. അപ്പൊ അതിൽ ചിലപ്പോൾ പറഞ്ഞേക്കുന്നതൊക്കെ വായിച്ചു നോക്കേണ്ടതായിട്ട് നമുക്ക് വരും അല്ലെ. ദുരന്ത നിവാരണത്തിന് ആവശ്യമായ നയങ്ങള്, പദ്ധതികള്, ഇതെല്ലാം രൂപീകരിക്കുന്നതും ദുരന്ത ബാധിതർക്ക് നൽകേണ്ട ദുരിതാശ്വാസം സംബന്ധിച്ച മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുന്നത്, ഇതെല്ലാം എന്താണ് ദുരന്ത നിവാരണ യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അത് പറഞ്ഞു പോയെന്നുള്ളൂ. സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമ്മൾ അത് എന്താ പറയുക സെലക്ട് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റുകളെല്ലാം വായിച്ചു നോക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടത് പറഞ്ഞതേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ തരാറുണ്ടല്ലോ. നമുക്ക് മിക്കവാറും വിളിച്ചാലൊന്നും ചിലപ്പോൾ കിട്ടാറില്ല. എനിവേ അവര് ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. 2018 ഈ നമ്പറെ കുറിച്ചിട്ട് നമുക്കൊന്നും ചിലർക്കൊന്നും ഫേസ് ചെയ്തവർക്കൊന്നും ചിലപ്പോൾ അത് കിട്ടിയിട്ടൊന്നും വരില്ല. അപ്പൊ അതുകൊണ്ട് ആണെങ്കിൽ കൂടിയും അവര് നമ്പറുകൾ തന്നിട്ടുണ്ട്. എന്താണ് 1070 then 1077 രണ്ട് നമ്പറാണ് തന്നിരിക്കുന്നത്. 1070 then 1077 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ. ഓക്കെ, നോട്ട് ചെയ്തോ? 1070 then 1077. നമ്മൾ ഓർത്തേക്കണം ഈ 7 അല്ലെ നമ്മുടെ ശരിക്കും 2007 വന്നേക്കുന്നത്. അതുകൊണ്ട് ഈ 7 അതിൽ പെട്ടിട്ടുണ്ട്. 1070 then 1077. ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ, അങ്ങനെ ഒരു നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ 1079 മൂന്ന് നമ്പർ പറഞ്ഞു. 1070 എന്ന് പറഞ്ഞു, then 1077. അതെന്താണ്? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ദെൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ ചോദിച്ചാൽ 1079. ക്ലിയറായില്ലേ? ഇനി അടുത്തത്, ഏത് സംവിധാനത്തിന്റെ ആപ്തവാക്യമാണ് സുരക്ഷായാനം? അതെന്താണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എന്താണ് ആപ്തവാക്യം ഏതെന്ന് ചോദിച്ചത്. നമ്മൾ വേറൊരു ആപ്തവാക്യം ചോദിച്ചു അല്ലെ, സൈനികരുടെ ആപ്തവാക്യം നമ്മൾ പറഞ്ഞു. ഇത് അതായത് വേറൊരു ആപ്തവാക്യമാണ്. അത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ്. എന്താണ്? സുരക്ഷായാനം. അതാണ് ആപ്തവാക്യം, സുരക്ഷായാനം. ടുവാർഡ്സ് എ സേഫർ സ്റ്റേറ്റ്, അതാണ് ഇംഗ്ലീഷിൽ അതിൽ പറയുമ്പോൾ ടുവാർഡ്സ് എ സേഫർ സ്റ്റേറ്റ്. നെക്സ്റ്റ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രകാരം എമർജൻസി കിറ്റിൽ ഉണ്ടായിരിക്കേണ്ട ഇനങ്ങളുടെ എണ്ണം എത്രയാന്ന് ചോദിച്ചാൽ അറിയാം. എമർജൻസി കിറ്റുകളൊക്കെ വെച്ചിട്ടൊക്കെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതോറിറ്റി വരുമ്പോ അതെല്ലാം വരും. അതില് എത്ര ഇനങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ചോദിച്ചാല് 14. നമ്മളിപ്പോ നമുക്കറിയാലോ, എന്തെങ്കിലും വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ വേണമെന്നൊക്കെ പറയും. ഇതുമാതിരി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആ എമർജൻസി കിറ്റിൽ പറയുന്നുണ്ട്. ആ എമർജൻസി കിറ്റിൽ ഉണ്ടായിരിക്കേണ്ട ഇനങ്ങളുടെ എണ്ണം ചോദിച്ചാല് 14 എണ്ണമാണ്. റയറായിട്ടുള്ള കാര്യമാണ്, പക്ഷെ ഞാനും എല്ലാം നോട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ടെക്നിക്കൽ വിഭാഗം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ടെക്നിക്കൽ വിഭാഗം എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. നമുക്കറിയാം അല്ലെ, എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ നോട്ട് വെച്ചേക്കാം. സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ, സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം. നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അത് 2007 ഫോം ചെയ്തതൊക്കെ മനസ്സിലാക്കി. ഇനി അത് ടെക്നിക്കൽ വിഭാഗമാണ് നടപ്പാക്കുന്നത്. അതുകൊണ്ട് ആ ടെക്നിക്കൽ വിഭാഗത്തിന്റെ പേര് ചോദിച്ചാൽ എന്താണ്? സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. ഓക്കെ, നമ്മള് 2 ഘട്ടങ്ങൾ ഇത് പറഞ്ഞു. അതായത് ദേശീയ തലത്തിലുള്ള ദുരന്ത നിവാരണത്തെ കുറിച്ച് പറഞ്ഞു, സംസ്ഥാന തലത്തിലുള്ള ദുരന്ത നിവാരണത്തെ കുറിച്ച് പറഞ്ഞു, അംഗങ്ങളുടെ കാര്യവും ഇയറിന്റെ കാര്യവും എല്ലാം നമ്മൾ പറഞ്ഞു. 5 ഇയർ ആണ് അവരുടെ എന്തെന്നും, പിന്നെ 3 വർഷമാണ് സംസ്ഥാന തലത്തിലാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ടോൾ ഫ്രീ നമ്പറൊക്കെ ഡിസ്കസ് ചെയ്തു.
ഇവിടെ വീണ്ടും അത് നടപ്പിലാക്കുന്നു. സംസ്ഥാന തലത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ഇച്ചിരി കൂടി കൂടുതൽ പഠിക്കുകയാണ്. കാരണം അത് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ആ നടപ്പിലാക്കുന്ന വിഭാഗത്തിന്റെ പേരാണ് എന്ത്? സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം. ഇനി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺവീനർ അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താ പറയാറ്? പറയൂ. സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈസ് ചീഫ് സെക്രട്ടറി ആണ് എന്തെന്ന് പറയുന്നത്? ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. നമ്മൾ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസ് എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസ് എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ്. അപ്പൊ ഇവിടെ വീണ്ടും പറയുന്നുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺവീനർ എന്ന പദവിയും കൂടി അദ്ദേഹത്തിന് വീണ്ടും കൊടുത്തിരിക്കുന്നതാണ്. എന്താണ് അത് പറയുന്നത്? അഡീഷണൽ ചീഫ് സെക്രട്ടറി. അതായത് അഡീഷണൽ ചീഫ് സെക്രട്ടറി നമ്മള് ആണ് മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞു അല്ലെ? അദ്ദേഹമാണ് മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് എന്തെന്നാണ്? കൺവീനർ പദവിയാണ് കൊടുത്തിരിക്കുന്നത്. ഓഫീസർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുമ്പോൾ ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് എക്സിക്യൂട്ടീവ് കൺവീനർ എന്ന് പറയുന്ന പദവിയിൽ ചോദിച്ചാലും എന്താണ്? അദ്ദേഹം ആരാണ്? ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺവീനർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂടുന്നത്. ഇനി സിഇഒ അതായത് എക്സിക്യൂട്ടീവ് ഓഫീസർ ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാത്രമേ ചീഫ് സെക്രട്ടറിയാണ്. ഇപ്പൊ ചെയർമാൻ നമ്മൾ പറഞ്ഞു, ചീഫ് സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞു, then വീണ്ടും കൺവീനറെ കുറിച്ച് പറഞ്ഞു. ഈ കൺവീനർ തന്നെയാണ് യോഗ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നുള്ള കാര്യം കൂടി ഓർത്തു വെച്ചേക്കാം. ഇനി വീണ്ടും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺവീനർ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞു. സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയുടെ ആസ്ഥാനം പാണ്ടിക്കാട്. പ്രതികരണ സേന നമ്മൾ പറഞ്ഞല്ലോ എന്താണ്? നമ്മളുടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ സേനാ വിഭാഗമാണ് എന്ത്? നമ്മളുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് അവരാണെന്ന് പറഞ്ഞു. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പാണ്ടിക്കാട്, മലപ്പുറം ജില്ലയിലാണ്. സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയുടെ ആസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? പാണ്ടിക്കാട്, മലപ്പുറം ജില്ലയിൽ. ഓക്കെ. അതോറിറ്റി അംഗങ്ങൾ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അതോറിറ്റി അംഗങ്ങൾ ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? പറഞ്ഞോ. മുഖ്യമന്ത്രിക്ക്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഏതെല്ലാം വകുപ്പുകളുടെ മന്ത്രിമാരാണ് അംഗങ്ങളായിട്ടുള്ളതെന്ന ചോദ്യം ഉണ്ടാവും. അവിടെ 3 തരത്തിലുള്ള വകുപ്പുകളുടെ അംഗങ്ങളാണ്. റവന്യൂ, ആഭ്യന്തരം, കൃഷി. നമ്മൾ പറഞ്ഞു 10 മെമ്പേഴ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അതില് ചില ഏതെങ്കിലും വകുപ്പുകളുടെ മന്ത്രിമാരെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ റവന്യൂ, ആഭ്യന്തരം, കൃഷി അതിലെ മന്ത്രിമാരാണ് അതിൽ അംഗങ്ങളായിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? റവന്യൂ, ആഭ്യന്തരം, കൃഷി. ആ 3 വകുപ്പുകളിലെ മന്ത്രിമാരാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഏത് വകുപ്പിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ഏത് വകുപ്പിന്റെ കീഴിലാണ് ഈ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് പ്രവർത്തിക്കുന്നത്? സ്റ്റേറ്റിന്റെ റെസ്പോൺസ് ഫോഴ്സ് ഏത് വകുപ്പിന്റെ കീഴിലാണെന്ന് ചോദിച്ചാൽ ആഭ്യന്തര വകുപ്പിന്റെ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് വീണ്ടും കുറച്ച് തലങ്ങളിലേക്ക്, നമ്മളെ ജില്ലാ തലങ്ങളിലേക്ക് പോയിട്ടില്ല കേട്ടോ. ഇപ്പോഴും നമ്മൾ സംസ്ഥാന തലം വരെ എത്തിയിട്ടുള്ളൂ. കുറച്ചും കൂടി നമ്മള് എന്താ പറയുക, ഏതാ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും കൂടി കുറച്ച് കൂടുതൽ എടുക്കുകയാണ്. ഇപ്പൊ വീണ്ടും സംസ്ഥാന തലത്തിലേക്ക് തന്നെ വീണ്ടും പറയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളല്ലാത്ത അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? അതായത് നമ്മൾക്ക് നേരത്തെ പറഞ്ഞ മാതിരി 3 വർഷമാണെന്നുള്ള കാര്യങ്ങളിലെ ചോദ്യം വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ് ആണ്. അപ്പൊ ഏത് വർഷമാണോ ആകുന്നത്? അവരെ 3 വർഷം തന്നെയാണ് കേട്ടോ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളല്ലാത്ത അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇനി സംസ്ഥാനത്ത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഏകോപന ചുമതലയുള്ള വകുപ്പ് റവന്യൂ വകുപ്പാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ് അല്ലെ? നമ്മളുടെ നേരത്തെ പറഞ്ഞ അത് തന്നെ വകുപ്പ് പറയുന്നു. റവന്യൂ വകുപ്പാണ് സംസ്ഥാന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഏകോപന ചുമതലയുള്ള വകുപ്പ്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞു 10
പേരാണെന്ന് പറഞ്ഞു. അതില് ആരാണ് ഉൾപ്പെടുന്ന പറയുന്നത്? അവിശ്വ അതായത് മെയിൻ ആയിട്ട് ഏത് വ്യക്തിയാണ് ഉണ്ടാവുക എന്ന് പറയുന്നത്? പറയൂ. 10 പേരാണെന്ന് പറഞ്ഞു. മെയിൻ ആയിട്ട് എന്തായാലും ഒരു വ്യക്തി അവിടെ മസ്റ്റ് ആയിട്ട് ഉണ്ടാവണമെന്ന് പറഞ്ഞു. അതാരായിരിക്കും? ചെയർമാൻ. ചെയർമാൻ എന്നുള്ള പദവിയിലുള്ള വ്യക്തിയാണ് മുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നിലവിൽ വന്നത് ഏത് തീയതിയാണെന്നാണ് ഉത്തരവ് പ്രകാരം പറയുന്നത്? നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദ്യ രൂപേണ ചോദിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. പക്ഷെ നിങ്ങൾ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നിലവിൽ വന്നത് ഏത് തീയതിയിലെ ഉത്തരവ് പ്രകാരമാണ്? 2007 മെയ് 4. 2007 മെയ് 4. സംസ്ഥാന ദുരന്ത നിവാരണത്തിനുള്ള നോഡൽ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? അത് വന്നപ്പോ ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും അവരുടെ കീഴിലാണ്. റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഏത് ഡിപ്പാർട്ട്മെന്റ് എഴുതുന്നത്? റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഞാനിത് ചോദ്യ രൂപേണ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് എന്താണ് എങ്ങനെയാണ് ചോദിക്കണേന്ന് ഓർത്തിട്ട് ചോദിക്കേണ്ടതാണ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആസ്ഥാനം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആസ്ഥാനം നമ്മുടെ സംസ്ഥാനത്തിന്റെ ആസ്ഥാനത്തിനെയാണ് ആ ചോദിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് തിരുവനന്തപുരം. ഓക്കെ. നെക്സ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥാപിതമായ വർഷം. അവിടെ ഒരു വേരിയേഷൻ ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥാപിതമായ വർഷം എന്ന് ചോദിച്ചാല് 1996 ആണ്. ആ ഒരു കറക്ഷൻ അതിന് നമ്മള് മേഖലകളെ വരുന്നുണ്ടെങ്കിലും വീണ്ടും അതിലൊരു ചോദിച്ച വർഷം ഏതാന്ന് പറയുമ്പോൾ 1996 ആണ്. നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അത് ജസ്റ്റ് ഒന്നുകൂടി കൺഫേം ചെയ്തിട്ട് പഠിച്ചാൽ മതി കേട്ടോ. ചോദ്യത്തിൽ വന്നേക്കുന്ന ചോദ്യം തന്നെയാണിത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥാപിതമായ വർഷം. റവന്യൂ വകുപ്പിന്റെ പരിഷ്കരിച്ച പേര്? റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. റവന്യൂ വകുപ്പിന്റെ പരിഷ്കരിച്ച പേര് ചോദിച്ചാൽ റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതായത് ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വന്നപ്പോഴാണ് കേട്ടോ ഇത്തരത്തിലുള്ള പേരുകൾക്ക് മാറ്റങ്ങൾ. അതായത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള പുതിയ പേരിലേക്ക് വന്നത്. ഇനി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേരേണ്ട കാലയളവ് ഏത്? അതാ ഏത് അളവിലാണ് ഇത് ചേരേണ്ടത്? മിക്കവാറും എങ്ങനെയാ അത് തീരുമാനിക്കുക? ചെയർപേഴ്സൺ തീരുമാനിക്കുന്ന സമയത്ത്. അതാണ് അതിന്റെ ഉത്തരം. എന്താണ് ഉത്തരം? ചെയർപേഴ്സൺ തീരുമാനിക്കുന്ന സമയത്ത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേരേണ്ട കാലയളവ് ഏതെന്നുള്ള ചോദ്യം ചോദിച്ചാൽ എന്തായതാ? ചെയർപേഴ്സൺ തീരുമാനിച്ചു. ചെയർപേഴ്സൺ ആരാ? മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടുന്ന. ശരിക്കും മീറ്റിംഗ് വിളിച്ചു കൂട്ടാനായിട്ട് അദ്ദേഹത്തിനാണ് കഴിവ്. മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞു ഡെപ്യൂട്ടി അല്ലെ, അദ്ദേഹത്തിനാണ്. പക്ഷെ അത് തീരുമാനിക്കാനുള്ള കാര്യം അത് എപ്പോഴാ ചേരേണ്ടതെന്ന് ആർക്ക് ഇൻഫോം കൊടുക്കൂലേ? ആ കൊടുക്കുന്നത് ആരാ? ചെയർപേഴ്സൺ തീരുമാനിക്കുന്ന സമയത്താണ്. ചെയർപേഴ്സൺ എന്താണ് തീരുമാനിക്കുന്നത് അതനുസരിച്ച്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കീഴിലുള്ള 3 ഘടകങ്ങൾ. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, സംസ്ഥാന ദുരന്ത പ്രതികരണ സേന, സിവിൽ ഡിഫൻസ്, സാമൂഹിക സന്നദ്ധ സേന. അങ്ങനെ 3 കൂട്ടരാണ് എന്താ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കീഴിലുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. 3 ഘടകങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിയേ. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് നമ്മൾ നേരത്തെ അവിടെയും പറഞ്ഞായിരുന്നു അല്ലെ, ദേശീയ ദുരന്ത നിവാരണ സേനയിലും പറഞ്ഞ ആപ്തവാക്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് അതൊന്ന്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിവിൽ ഡിഫൻസ്. സിവിൽ ഡിഫൻസ് സിവിൽ ഡിഫൻസ്. മൂന്നാമത്തെ ആയിട്ടുള്ളത് സാമൂഹിക സന്നദ്ധ സേന. സാമൂഹിക സന്നദ്ധ സേന. അപ്പൊ ഈ സേന ഇതിന്റെയൊക്കെ അണ്ടറിൽ വന്നിട്ടാണ് ഇവർ ഒന്നിച്ചാണ് നമ്മൾ എന്താ പറയുക റെസ്ക്യൂ ടീം എന്നൊക്കെ പറഞ്ഞ് ഒന്നിച്ച് അവരെ ദുരന്ത നിവാരണത്തിലേക്ക് ഏർപ്പെട്ട കാര്യങ്ങൾ ചെയ്തു. ആ ഭാഗത്ത് കുറെ സന്നദ്ധ പ്രവർത്തകരും കൂടി കൂടിയിട്ടല്ലേ ഇപ്പൊ നമ്മൾ വയനാട്ടിൽ കണ്ടു. നമുക്ക് എല്ലാ ഇതുകളും ഉണ്ടായിരുന്നു. കേന്ദ്രത്തിൽ നിന്നുണ്ടായ സേന, സംസ്ഥാനത്തിന്റെ ഉണ്ടായി, ഒപ്പം തന്നെ ആ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകർ, ഇതെല്ലാം അവരുടെ അണ്ടറിൽ വന്നിട്ട് ഒന്നിച്ച് ഏകോപിച്ചാണ് നമ്മൾ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോയത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇതെല്ലാം എന്തിന്റെ കീഴിലുള്ളതാണ്?
സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കീഴിലുള്ള 3 ഘടകങ്ങളാണ്. ഇൻ കേസ് നമുക്കറിയാം സന്നദ്ധ സേന എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പ്ലേസിനനുസരിച്ചിരിക്കും അല്ലെ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ആ പ്ലേസിൽ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് സന്നദ്ധ സേന എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ വേറെ രീതിയിൽ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സംസ്ഥാന ദുരന്ത പ്രതികരണ സേന അത് മസ്റ്റാണ്, അതെന്തായാലും ഉണ്ടാവും. സിവിൽ ഡിഫൻസ്, പിന്നെ 3ാമത് സാമൂഹിക സന്നദ്ധ സേന. അറിയാം വ്യത്യസ്തമായിരിക്കും. അത് സാമൂഹിക സന്നദ്ധ ഈ 3 സേനകളും ഏകോപിപ്പിച്ചുകൊണ്ടാണ് അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ടെക്നിക്കൽ വിഭാഗം എന്താണ്? ഞാൻ പറഞ്ഞതായിരുന്നു, സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. ഓക്കെ, ഗുഡ്. സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ, അതാണ് ടെക്നിക്കൽ വിഭാഗം അല്ലെ. അതാണ് ഓപ്പറേഷൻ പ്രവർത്തനങ്ങളൊക്കെ നടത്തുക. കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി നിലവിൽ വന്ന വർഷം, ദുരന്ത നിവാരണ നയം, അത് എന്നാ പോളിസി എന്ന് പറയുന്ന ഒരു നയമുണ്ട്. ആ ഒരു നയം നമ്മൾ 2005 നമ്മൾ ഇവിടത്തേക്ക് കേരളത്തിലൊക്കെ വന്നപ്പോഴേക്കും 2007 ഇനി കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി ആ നയം രൂപീകൃതമായ വർഷമുണ്ട്. അത് 2010 അത് 2010. നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക ഡേറ്റുകളൊക്കെ തന്നിട്ട് നമ്മളറിയാവുന്ന കുറെ ഡേറ്റുകളൊക്കെ നമുക്ക് അന്നത്തെ ഉണ്ടാവില്ല, വേറൊരു ഡേറ്റ് വരും അല്ലെ. ഈ 2010 എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ട് കൂടി ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു പോളിസി വന്നതാണത്, കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി. അതെന്നാ പറഞ്ഞത്? 2010. ദുരന്ത നിവാരണ നയം, ഇതാണ് അതിന്റെ മീനിങ്. അത് നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 2010. ഓക്കെ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട ദുരന്തങ്ങൾ എന്തെല്ലാം? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏതൊക്കെ ദുരന്തങ്ങളാണ് ഏറ്റെടുക്കേണ്ടത് എന്നുള്ള ചോദ്യം വന്നാല് ഇടിമിന്നല്, കടൽക്ഷോഭം, ശക്തമായ കാറ്റ്, തീരശോഷണം, മണ്ണൊലിപ്പ്, സൂര്യാഘാതം, ഇതൊക്കെ വരുമ്പോഴാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതിലെല്ലാം എന്താ പറയുക പങ്കുവഹിക്കേണ്ടതായിട്ട് വരുന്നത്. എന്തൊക്കെയാ പറഞ്ഞത്? ഇടിമിന്നല് വന്ന് എന്തെങ്കിലും അപകടം സംഭവിക്കും, നമ്മളിപ്പോ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണേ നമ്മൾ പറഞ്ഞു കേന്ദ്ര അല്ലെ നമ്മുടെ സെൻട്രലിൽ നിന്നുള്ള തീരുമാനമെടുക്കണം. ഇത് ദേശീയ ദുരന്തമല്ല എങ്കിൽ കൂടി സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള പവറുണ്ട് അല്ലെ. അപ്പൊ സംസ്ഥാന തലത്തില് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളിലാണ് ഈ തീരുമാനം എടുക്കേണ്ടത്? ഇടിമിന്നല് വഴി എന്തെങ്കിലും സംഭവിച്ചാല്, കടൽക്ഷോഭം വഴി സംഭവിച്ചാല്, ശക്തമായ കാറ്റ്, തീരശോഷണം, മണ്ണൊലിപ്പ്, സൂര്യാഘാതം, ഇതെല്ലാം വന്നാല് എന്താണ് നമ്മള് ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട അതിനനുസരിതമായിട്ടുള്ള ഇതുകളെല്ലാം മേടിക്കണം അല്ലെ. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്കറിയാലോ, എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ സ്റ്റേറ്റിൻ്റെതായ ഇതുണ്ടാവണം, ഉറപ്പുണ്ടാവണം. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട ദുരന്തങ്ങളാണ്. ഏതൊക്കെ? ഇടിമിന്നൽ വഴി, കടൽക്ഷോഭം വഴി, ശക്തമായ കാറ്റ് വഴി, തീരശോഷണം വഴി, മണ്ണൊലിപ്പ് വഴി, സൂര്യാഘാതം വഴിയാണ്. ഓക്കെ. ഇനി മിന്നൽ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനടുത്ത് മിന്നൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് തയ്യാറാക്കിയ ആപ്പിന്റെ പേര് ചോദിച്ചാൽ ധാമാനി. അതാണ് പേര്, ധാമിനി എന്നുള്ള പേരാണ്. എന്താ പറയുന്നത്, എന്തായാലും PDF നിങ്ങളുടെ ഒപ്പം വരും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ധാമിനി എന്നുള്ള ആപ്പാണ് എന്താണ് മിന്നൽ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനടുത്ത് മിന്നൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്കറിയാലേ. നമ്മളിപ്പോ ഗൂഗിളിൽ എന്തെങ്കിലും അടിച്ചു കൊടുത്ത് അറിയാം ഇപ്പോഴത്തെ കാലാവസ്ഥ സംഭവങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് പറയും. എന്ന് പറഞ്ഞ മാത്രമേ തന്നെ മിന്നലുമായി ബന്ധപ്പെട്ട ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പിന്റെ പേരാണ് ധാമിനി. ഓക്കെ. അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് തയ്യാറാക്കിയിരിക്കുന്നതാണ് ധാമിനി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സംബന്ധമായ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകുന്നതിനായി തയ്യാറാക്കിയ ആപ്പ് ക്യൂകോപ്പി. നമുക്കറിയാം എന്താണ് ദുരന്ത സംബന്ധമായ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകുന്നതിന് തയ്യാറാക്കിയിരിക്കുന്ന ആപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കേന്ദ്രമല്ല, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സംബന്ധമായ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകുന്നതിനായി തയ്യാറാക്കിയിരിക്കുന്ന ആപ്പാണ് എന്ത്? ക്യൂകോപ്പി. പൊതുജനങ്ങൾക്ക് കാലാവസ്ഥ വിവരങ്ങൾ അറിയാൻ AT മിഷൻ ഉണ്ടാക്കിയ ആപ്പ് M കേരളം. ചെറിയ കുറച്ച്
ആപ്പുകളുടെ പേരാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അവസാനം വന്നപ്പോഴേക്കും നിങ്ങൾക്ക് മടിയായി തുടങ്ങിയിട്ടുണ്ടാവും. അത്യാവശ്യം ആദ്യം കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവും അല്ലെ? ഇത് കുറച്ചും കൂടി കൂടുതലായിട്ടുണ്ട്. എന്നാലും ഇപ്പൊ നമ്മൾ ഇച്ചിരി കൂടി വയനാട് ആ സംബന്ധമായ കാര്യങ്ങളും ആ ഡേറ്റിലും കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. അതാവുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ കൂടിയാണ്. കുറച്ച് ആപ്പുകളുടെ പേരാണ്. എന്താണ്? പൊതുജനങ്ങൾക്ക് കാലാവസ്ഥ വിവരങ്ങൾ അറിയാൻ AT മിഷൻ ഉണ്ടാക്കിയ ആപ്പിന്റെ പേര് എന്താന്ന് ചോദിച്ചാൽ കേരളം. ക്യൂകോപ്പി എന്താണ്? നിർദ്ദേശം അല്ലെ? സംസ്ഥാന സംബന്ധമായ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകുന്നതിന് തയ്യാറാക്കിയ ആപ്പ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സംബന്ധമായ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകുന്നതിന് തയ്യാറാക്കിയ ആപ്പാണ് ക്യൂകോപ്പി. പൊതുജനങ്ങൾക്ക് കാലാവസ്ഥ വിവരങ്ങൾ അറിയാൻ AT മിഷൻ ഉണ്ടാക്കിയ ആപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളം. ഇനി മഴ, ഇടിമിന്നൽ, ചുഴലിക്കാറ്റ്, ഉഷ്ണകാല ദുരന്തങ്ങൾ എന്നിവ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് ആരാണ്? നമുക്ക് ശരിക്കും എവിടെ നിന്നാണ് മുന്നറിയിപ്പ് നൽകിയത്? ചില തീരുമാനങ്ങൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. അത് മഴ, ഇടിമിന്നൽ, ചുഴലിക്കാറ്റ്, ഉഷ്ണകാല ദുരന്തങ്ങൾ എന്നിവ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ്. അവരിൽ നിന്നാണ് നമുക്ക് ഇൻഫോർമേഷൻസ് സമയത്തിന് കിട്ടിയില്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ തരേണ്ടതാണ് അല്ലെ? മഴ, ഇടിമിന്നൽ, ചുഴലിക്കാറ്റ്, ഉഷ്ണകാല ദുരന്തങ്ങൾ എന്നിവയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ്. വെള്ളപ്പൊക്കം സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നത് ആരാണ്? കേന്ദ്ര ജല കമ്മീഷനാണ്. വെള്ളപ്പൊക്കം സംബന്ധിച്ച് അപ്പൊ നമ്മൾ വിചാരിക്കും വെള്ളപ്പൊക്കം വരുന്നത് ഇവര് തന്നെയല്ലേ എന്നുള്ളൊരു മൈൻഡാണ് അല്ലെ? ഇതില് അങ്ങനെയല്ല പറയുന്നത്. എന്താണ്? വെള്ളപ്പൊക്കം സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നത് കേന്ദ്ര ജല കമ്മീഷനാണ്. ഈ സുനാമി സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നതോ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. അപ്പൊ ശ്രദ്ധിക്കുക, സുനാമി നൽകുന്നവരെല്ലാം വെള്ളപ്പൊക്കം വരുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകുന്നത് അവര് തന്നെ എന്ത് മഴ, ഇടിമിന്നൽ, ചുഴലിക്കാറ്റ്, ഉഷ്ണകാല ദുരന്തങ്ങളൊക്കെ നൽകുന്നത് അവര് വ്യത്യസ്തമാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് മഴ, ഇടിമിന്നൽ, ചുഴലിക്കാറ്റ്, ഉഷ്ണകാല ദുരന്തങ്ങൾ എന്നിവയെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നത്. വെള്ളപ്പൊക്കത്തെ സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നത് കേന്ദ്ര ജല കമ്മീഷനാണ്. വീണ്ടും സുനാമി സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നത് ആരാ? ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമാണ്. ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അത്യാവശ്യം കാര്യങ്ങൾ ഇത്രയും വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയോ? കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ കുറച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്ത് പോയി. ഇനിയും നമുക്ക് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട് കേട്ടോ. ഇത് തീർന്നിട്ടില്ല. അതായത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും കൂടി നമുക്ക് കവർ ചെയ്യാനുണ്ട്. എന്തായാലും ഇത്ര സമയം കൊണ്ട് തീരില്ല. ഓടിച്ചിട്ട് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നില്ല. ഇതുവരേക്ക് നിങ്ങൾ ക്യാച്ച് ചെയ്ത് പോവുക. ഡേറ്റുകളൊക്കെ ഓർത്ത് വെക്കണം. പിന്നെ അതേമാതിരി തന്നെ ഏതൊക്കെ ഇതുകളാണ് അല്ലെ? ഇപ്പൊ മുന്നറിയിപ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കി. അലേർട്ടുകളുടെ കാര്യം നമുക്ക് മനസ്സിലാക്കി. അതൊക്കെ നമ്മള് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം ഒരേ നമ്മളുടെ മൈൻഡിൽ ഓക്കെ ആണെന്ന് വിചാരിക്കും. പക്ഷെ ചിലപ്പോ ആ കണക്കുകൾക്കുള്ള വേരിയേഷൻ അല്ലെങ്കിൽ ഏത് ഇതാണ് നമുക്ക് മുന്നറിയിപ്പ് തരുന്നത് എന്നുള്ളത് കൃത്യമായി നോട്ട് ചെയ്യാതിരുന്നാല് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ കുറെ ഡേറ്റുകൾ നമ്മൾ പഠിച്ചു. പക്ഷെ നയം പോളിസി ഏതാന്ന് പറഞ്ഞപ്പോ 2010 വന്നു. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. നമുക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് ഇഷ്ടമാകുന്നത് മാർക്കാണ് അല്ലെ? അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. വീണ്ടും വീണ്ടും പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ അത് ക്യാച്ച് ആവുള്ളൂ. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. നമുക്കുള്ള സമയവും നമുക്കുള്ള എന്താ പറയുക വസ്തുതകളും വെച്ച് തന്നെ പഠിക്കുക. എപ്പോഴും ഞാനിപ്പോ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ എപ്പോഴും അറിയാം എനിക്ക് സെൽഫായിട്ട് പഠിക്കാനായിട്ട് സാഹചര്യം കിട്ടാറുണ്ട്. വല്ലപ്പോഴൊക്കെ ചിലപ്പോൾ നമ്മള് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലുമ്പോൾ അവരൊക്കെ ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള സിലബസുകൾ കുറെ ഇതുകളൊക്കെയാണ്. അപ്പൊ നമ്മൾ ഓർമ്മ നമുക്കൊന്നും കിട്ടില്ല എന്നുള്ള തോന്നലുണ്ട്. പക്ഷെ ലിസ്റ്റിൽ കയറി കഴിയുമ്പോഴാണ് ഇച്ചിരി കൂടി നമ്മൾ എന്തായാലും ജോലിയിൽ എത്തിയാലേ നമുക്കുള്ള എവിഡൻസ് നമുക്കുള്ള ഇത് മതി. പക്ഷെ മാക്സിമം വേണ്ടത് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. കൂടുതൽ സമയം പഠിച്ച് കൂടുതൽ നോളജ് നമ്മൾ കീപ്പ് ചെയ്യുക. നമ്മൾ എത്രത്തോളം കവർ ചെയ്തു എന്നുള്ളതിലാണ് കാര്യം. അല്ലെങ്കിൽ അവരെന്തോരം റെഫർ ചെയ്തെന്നില്ല കാര്യമൊന്നുമില്ല. പഠിച്ചു വെക്കുക, മാക്സിമം പഠിച്ചു വെക്കുക. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓർമ്മ വെക്കുക. എവിടെ ഇരുന്ന് പഠിച്ചാലും എത്രത്തോളം പഠിച്ചു എന്നുള്ളതിലാണ് അല്ലെ? എത്ര ടൈമിനുള്ളിൽ നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇത്ര ടൈമിനുള്ളിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കണം, ആൻസർ കൊടുക്കണം. അപ്പൊ അത് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോഴോ ഒക്കെയാണ് നമ്മൾ വീണ്ടും ഓർമ്മയിൽ പുതുക്കുക. പരമാവധി അങ്ങനെ പഠിച്ചു വെക്കുക.
നിങ്ങളുടെ സമയം ഒട്ടും കളയാതെ തന്നെയാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. എനിവേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ? എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? ഇങ്ങനെ തന്നെ പോയാൽ മതിയില്ലേ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് സ്പെഷ്യലായിട്ട് നോക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞ് ഞാനൊന്ന് പരിശ്രമിക്കാം. ഏതെങ്കിലും ടോപ്പിക് സെപ്പറേറ്റ് പഠിപ്പിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ഇതേമാതിരി ഏതെങ്കിലും റയറായിട്ടുള്ള ടോപ്പിക്സിനോട് ഈ വന്നാൽ മതിയോ എന്നറിയാനാണ്. ആരും റെസ്പോണ്ട് ചെയ്യണില്ല. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? ഓക്കെ, പറഞ്ഞോളൂ. മതി മിസ്. പറഞ്ഞോളൂ. അങ്ങനെ തന്നെ പോയാ മതി. ഇങ്ങനെ തന്നെ പോയാൽ ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് തന്നെ പറയുന്നത്. അപ്പോ നമുക്ക് അന്ന് അടുത്ത സെക്ഷനിൽ വരുമ്പോൾ ഇച്ചിരി ഇതിന്റെ കുറച്ചും കൂടി എന്തായാലും ഇത് ഇച്ചിരി കൂടി പ്രധാനപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ട് കുറച്ച് ഡീപ്പായിട്ട് നോക്കണം. നമുക്ക് എന്താ പറയുക, ജില്ലാതല ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ചും പഠിക്കാനുണ്ട്. ഒപ്പം തന്നെ എന്താണ് ദുരന്തങ്ങള്, അപകടങ്ങള് എന്നുള്ള ഒരു ടോപ്പിക്. അതൊക്കെ ഏതൊക്കെ രീതിയിൽ ഇപ്പൊ നമുക്കറിയാം, ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലം ഏതാ, നെക്സ്റ്റ് കഴിഞ്ഞ വന്നതായിരുന്നു, കൂടുതൽ ഏതാണ് സംഭവിച്ചത്, അങ്ങനെ കുറച്ച് ഡീവിയേഷനോട് കൂടിയിട്ട് ചില ചോദ്യങ്ങളൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് അല്ലെ ഇപ്പോഴത്തെ സ്റ്റേജിൽ. അപ്പൊ അതുകൊണ്ട് അതും കൂടി ഒന്ന് റെഫർ ചെയ്ത് പോകാം. അപ്പൊ കുറച്ച് ടൈം അതിന് വേണ്ടി വരും. ഇൻ കേസ് വേറെ എന്തെങ്കിലും കൂടി നോക്കാൻ പറ്റുമെങ്കിൽ അതും കൂടി ചൂസ് ചെയ്തിട്ട് വരാം. അപ്പോ ഇന്നത്തെ ക്ലാസ് ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂട്ടോ. ഇന്നത്തെ ഇതില് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പറഞ്ഞോളൂ, എന്താ ചോദിക്കാൻ വരുന്നത്? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ശ്രദ്ധിച്ചു ഒന്ന് ക്ലിയർ ചെയ്ത് പോയോ? ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മള് ദേശീയ തലം, സംസ്ഥാന തലം മാത്രം തീർത്തിട്ടുള്ളൂ. ജില്ലാ തലം കൂടി നമുക്ക് തീർക്കാനുണ്ട്. അപ്പോ രണ്ട് തരത്തിലും നമ്മൾ കുറച്ച് ഡേറ്റുകളും കുറച്ച് ആൾക്കാരുടെ പേരെഴുത്തുകളും അംഗങ്ങളുടെ എണ്ണവും കുറച്ച് വകുപ്പുകള്, പിന്നെ ആപ്തവാക്യങ്ങള്, പിന്നെ എന്താണ് അലേർട്ടുകളെ കുറിച്ച് പറഞ്ഞു. ഒപ്പം തന്നെ നമ്മൾ എന്താ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്, അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിൽ എവിടെ നിന്നൊക്കെയാണ് നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടേണ്ടത് എന്നുള്ളത് കാര്യം കൂടി ഡിസ്കസ് ചെയ്തു. ആദ്യം അല്ലെ, നമ്മള് എല്ലാത്തിനും ഓരോ തലങ്ങളിൽ നിന്നാണ്, ദേശീയ തലത്തിലാണെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള വകുപ്പുകളിൽ നിന്നാണ് ആ നിർദ്ദേശങ്ങൾ കിട്ടേണ്ടതെന്ന് നമ്മൾ ഓർത്ത് വെക്കണം. ചിലപ്പോ ചോദ്യം ചോദിക്കുമ്പോൾ അതിനായിരിക്കും നമ്മൾ അല്ലെ കറക്റ്റ് പോയിന്റിന് മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അത് കറക്റ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.